80 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്പോർട്സ് സെന്റർ കാട് കയറി നാശോന്മുഖമായിരിക്കുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ TKS പുരത്ത് കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്പോർട്സ് സെന്റർ നഗരസഭയിലെ LDF ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയും കെടുകാര്യസ്ഥതയും കൊണ്ട് കാട് കയറി നാശോന്മുഖമായിരിക്കുകയാണ്. നിലവിൽ സ്പോർട്സ് സെന്റർ ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് വിതരണ ശൃംഖലയുടെയും താവളമായി മാറിയിരിക്കുകയാണ്. പരിസരത്ത് താമസിക്കുന്ന കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് ജീവിക്കുന്നത്. വളർന്നുവരുന്ന കായിക തലമുറയ്ക്ക് ആശ്രയ കേന്ദ്രമാകേണ്ട സ്പോർട്സ് സെന്റർ CPIയുടെയും CPMന്റെയും രാഷ്ട്രീയ ചേരിപോര് കാരണം നശിപ്പിക്കുന്നതിൽ BJP പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയും ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് സ്പോർട്സ് സെന്റർ പ്രവർത്തന സജ്ജമാക്കണമെന്നും അല്ലാത്തപക്ഷം കൊടുങ്ങല്ലൂരിലെ കായിക പ്രേമികളെയും ജനാധിപത്യ വിശ്വാസികളെയും സംഘടിപ്പിച്ച അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് TS സജീവൻ പറഞ്ഞു. ഈ കുറുക്കനും പാമ്പും പോലുള്ള മാരകമായിട്ടുള്ള വിഷങ്ങൾ ഉള്ള പാമ്പുകളും അതുപോലെ തന്നെ കുറുക്കനും പട്ടികളൊക്കെ തന്നെ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കൗൺസിലിൽ ഈ വിഷയം BJPയുടെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പൂട്ടിയിരുന്നത് ശരിയല്ല, വിദ്യാർത്ഥികൾക്ക് കളിക്കാനായിട്ട് വിട്ടു കൊടുക്കണം. പക്ഷേ യാതൊരുവിധ നടപടിക്രമങ്ങളും ചെയ്തിട്ടില്ല. 2018-2019 ആസ്തി വികസന ഫണ്ടിൽ നിന്ന് MLA ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 1 കോടി രൂപയോളം ചെലവ് ചെയ്തിട്ടുള്ളത് നിർമ്മാണം വലിയൊരു മന്ത്രി വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത പരിപാടിയാണ്. ഇതുവരെയും ഇതൊരു പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ അതുമാത്രമല്ല, ഈ പരിസരവാസികളെ ഭാഗത്തുനിന്ന് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ഈ പരാതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രമല്ല പകലും ഈ പ്രദേശത്ത് നിന്ന് പുറത്തുള്ള പല ആളുകളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് കഞ്ചാവും ചരസും മദ്യം ഉൾപ്പെടെയുള്ള വിൽക്കലും മേടിക്കലും ഉപയോഗിക്കലൊക്കെ തന്നെ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മറവിൽ ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് വലിയൊരു ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, കൗൺസിലർമാരായ ശിവറാം, പരമേശ്വരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.